ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2022 റിലീസായ മൈ ബ്ലൂ സമ്മർ എന്ന വളരെ ഫീൽ ഗുഡ് ആയ ഒരു സ്റ്റോറിയാണ്. വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുന്നേ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. കഥ തുടങ്ങുന്നത് നമ്മുടെ കഥാനായികയായ ലുവോയെ കാണിച്ചുകൊണ്ടാണ്. ലുവോ വളരെ പോപ്പുലറായി വന്നുകൊണ്ടിരിക്കുന്ന ഒരു അഡ്വക്കേറ്റ് ആണ്. ഒരു ക്ലയന്റിന്റെ കേസ് ജയിച്ചതിന്റെ ചെറിയൊരു പാർട്ടിക്ക് ക്ഷണിച്ചത് പ്രകാരം പോയിരുന്ന ലുവോ തിരിച്ചു വരുമ്പോ അവളുടെ മനസ്സാകെ അസ്വസ്ഥമായിരുന്നു. കാരണം ആ ഒരു പാർട്ടിയുടെ ഇടയിൽ വെച്ച് അവളോട് ഒരുന്ന് സംസാരിക്കുന്നതിന്റെ ഇടയിൽ അവൾ ഒരു സിംഗിൾ ആണെന്ന് അറിയുന്ന അവളുടെ ക്ലയന്റ് അവളോട് അവളുടെ ഈ ഒരു സിംഗിൾ ലൈഫിനെ പറ്റിയും മുന്നേ റിലേഷൻ ഉണ്ടായിരുന്നു എന്നതിനെ പറ്റിയും കല്യാണത്തെ പറ്റിയും ഒക്കെ സംസാരിച്ചിരുന്നു. അതാണ് അവളെ അസ്വസ്ഥപ്പെടുത്തിയത്. കാരണം അത് അവളുടെ പഴയ ഓർമ്മകളെ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ വീട്ടിലെത്തി കഴിയുമ്പോഴാണ് ന്യൂസിൽ അവളുടെ വളരെ ഫേമസ് ആയ ഒരു ആനിമയുണ്ട് അത് ഡയറക്ട് ചെയ്ത ഡയറക്ടറിന്റെ മരണവാർത്ത ന്യൂസിൽ കാണുന്നത്. അദ്ദേഹത്തിനോടുള്ള ഒരു ആദര സൂചകമായി അദ്ദേഹത്തിന് ഫാൻസ് നൽകിയിട്ടുള്ള പല കാര്യങ്ങളുടെയും ഒരു എക്സിബിഷൻ ഇപ്പോൾ നടത്തുന്നുണ്ട്. അങ്ങനെ അതിന്റെ ചെറിയൊരു ക്ലിപ്പിംഗ് കാണിക്കുമ്പോൾ അതിലൊരു കാര്യം ലുവോയുടെ കണ്ണിൽ വല്ലാണ്ട് ഉടക്കുന്നു. അവൾ അതുകൊണ്ട് തന്നെ ആ ഒരു സ്ഥലത്തേക്കാണ് അടുത്ത ദിവസം പുറപ്പെട്ടു പോകുന്നത്. അവിടെ അവൾ അന്വേഷിച്ചു വന്നത് ഒരു ഡയറിയാണ്. ആ ഡയറി അവൾ എടുക്കാനായി നോക്കുമ്പോൾ ഇതിവിടേക്ക് അയച്ച അതിന്റെ ഓണറിന്റെ അനുവാദമില്ലാതെ ഇത് എടുക്കാൻ സാധിക്കില്ലെന്നും അവിടുത്തെ സ്റ്റാഫ് അറിയിക്കുന്നു. ഇത് ആരാണ് അയച്ചത് എന്ന ഡീറ്റെയിൽ ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് തനിക്ക് പറഞ്ഞു തരണമെന്ന് ആവശ്യപ്പെട്ട് അവൾ അവിടെ തന്റെ കോൺടാക്ട് നമ്പറും കൊടുക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇത് ലുവോയുടെ ഡയറിയാണ്. ലുവോ അവിടെ ടീനേജ് കാലഘട്ടത്തിൽ മനസ്സിലെ ഓരോ കാര്യങ്ങൾ ഒരു ബെസ്റ്റ് ഫ്രണ്ടിനോട് പറയുന്ന കണക്ക് എഴുതിയിരുന്ന അവളുടെ പ്രിയപ്പെട്ട ഡയറി. പക്ഷേ ഹൈസ്കൂളിൽ വെച്ച് അവൾക്കിത് നഷ്ടപ്പെട്ടതുമായിരുന്നു. ആ ഒരു ഡയറി ആരുടെയോ കയ്യിൽ കിട്ടി. അത് പിന്നീട് ഈ ഒരു ഡയറക്ടറിന് ആൾ അയച്ചു കൊടുത്തതാണെന്നും അവൾക്ക് മനസ്സിലാവുന്നു. പക്ഷെ ആർക്കാണ് തന്റെ നഷ്ടപ്പെട്ട ഡയറി കിട്ടിയതെന്ന് മാത്രം അവൾക്കറിയില്ല. അതിപ്പോ കണ്ടെത്തി കഴിഞ്ഞാൽ ആ ഡയറി ചോദിച്ച് തിരിച്ചു മേടിക്കാനായിട്ടാണ് അവൾ പ്ലാൻ ചെയ്യുന്നത്. എന്തായാലും ഇവിടെ നിന്ന് നേരെ 10 വർഷം പിറകിലേക്കാണ് നമ്മൾ പോകുന്നത്, ലുവോയുടെ കുട്ടിക്കാലത്തേക്ക്. ലുവോയുടെ അച്ഛൻ ഒരു അപകടത്തിൽ മരണപ്പെട്ട ആളാണ്. കടയിലേക്ക് സാധനം വാങ്ങാൻ പോയ അച്ഛൻ തിരിച്ചു വന്നില്ല. അങ്ങനെ ആ ഒരു നിമിഷത്തെ അപകടം ലുവോയുടെ തന്നെ ജീവിതം ആകെപ്പാടെ മാറ്റിക്കളഞ്ഞു. അവൾക്കിപ്പോ അമ്മ മാത്രമേ ഉള്ളൂ. അച്ഛന്റെ മരണശേഷമുള്ള ഇൻഷുറൻസ് തുക കിട്ടാതെ നല്ല സാമ്പത്തിക ഞെരുക്കത്തിലേക്ക് പോകുന്ന സമയം അമ്മ അച്ഛൻ ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിന്റെ ഉടമയെ ചെന്ന് കണ്ട് ഇൻഷുറൻസിന്റെ കാര്യം സംസാരിക്കാനായി തീരുമാനിക്കുന്നു. അങ്ങനെ അവിടെ എത്തി അമ്മ കാര്യങ്ങൾ സംസാരിക്കാനായി പോകുന്നതെയും ഒറ്റയ്ക്ക് വെളിയിലിരിക്കുന്ന ലുവോ തന്റെ അടുത്തേക്ക് സംസാരിക്കാനായി എത്തിയ ഷെങ് എന്ന പയ്യൻ വിളിച്ചതനുസരിച്ച് അവിടെ കളിക്കാനായി പോകുന്നുണ്ട്. ഈ ഷെങ് ലുവോയുടെ അച്ഛന്റെ മുതലാളിയുടെ മകനാണ്. പക്ഷെ അവിടെ പ്രശ്നമാവുകയും അത് കണ്ട് ദേഷ്യം വരുന്ന ലുവോയുടെ അമ്മ അവളെ അവിടെ നിന്ന് ദേഷ്യത്തിൽ തന്നെ കൂട്ടിക്കൊണ്ട് പോവുകയും ചെയ്യുന്നു. അങ്ങനെ പിന്നീട് വീണ്ടും കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ് നമ്മൾ കാണുമ്പോൾ ലുവോ ഇപ്പോ ഒരു ഹൈസ്കൂൾ വിദ്യാർത്ഥിനിയാണ്. അവൾ അത്യാവശ്യം നന്നായി തന്നെ പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. എപ്പോഴും ആദ്യ 10 റാങ്കുകൾക്കകം സ്കോർ ചെയ്യാനായി അവൾക്ക് സാധിക്കുമായിരുന്നു. പക്ഷെ കാര്യങ്ങൾ അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്താണ് ഒരു പുതിയ വിദ്യാർത്ഥി അവിടെ വന്നു ചേരുന്നത്. ആള് നല്ല പഠിപ്പിസ്റ്റ് ആയതുകൊണ്ട് തന്നെ വന്ന ശേഷം നടത്തുന്ന ആദ്യ എക്സാമിൽ തന്നെ ഏറ്റവും ടോപ്പ് റാങ്ക് സ്കോർ ചെയ്യാനായി ആ സ്റ്റുഡന്റിന് സാധിക്കുന്നു. അങ്ങനെ ഒരാൾ പുതിയതായി റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിച്ചതുകൊണ്ട് 10ാം സ്ഥാനത്തുണ്ടായിരുന്ന ലുവോ ഇപ്പോ 11ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരിക്കുകയാണ്. അത് അവളിൽ വല്ലാത്ത ഷോക്കായി. കാരണം വീട്ടിൽ അത്ര കുറഞ്ഞ മാർക്കോട് കൂടി ചെന്ന് കഴിഞ്ഞാൽ അമ്മ ശരിയാക്കുമെന്ന് അവൾക്കറിയാം. പ്രതീക്ഷ പോലെ തന്നെ മാർക്ക് ലിസ്റ്റും റാങ്കും ഒക്കെ അമ്മയെ അറിയിക്കുമ്പോൾ അമ്മ നന്നായി തന്നെ പൊട്ടിത്തെറിക്കുന്നുണ്ട്. നിന്നെ ഞാൻ കഷ്ടപ്പെട്ട് പഠിപ്പിക്കുന്നത് നല്ല രീതിയിൽ പഠിച്ചു മുന്നേറാനാ, അല്ലാതെ താഴോട്ട് പൊക്കോണ്ടിരിക്കാനല്ല എന്നായിരുന്നു അമ്മ അവളോട് പറഞ്ഞത്. അങ്ങനെ സ്കൂൾ അസംബ്ലിയിൽ നിൽക്കുന്ന സമയത്താണ് ഇപ്പോ 1ാം റാങ്ക് കരസ്ഥമാക്കിയിരിക്കുന്ന ആ പുതിയ വിദ്യാർത്ഥി മറ്റാരുമല്ല, പണ്ട് ഇൻഷുറൻസിന്റെ കാര്യം സംസാരിക്കാനായി അമ്മയുടെ കൂടെ അച്ഛൻ ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിന്റെ ഉടമയെ കാണാൻ പോയപ്പോ അവിടെ വെച്ച് താൻ കണ്ട് പരിചയപ്പെട്ട ഷെങ് എന്ന പയ്യനാണെന്നത് മനസ്സിലാവുന്നത്. വർഷങ്ങൾക്കിപ്പുറം അവനെ കാണുന്ന അവൾ വളരെ എക്സൈറ്റഡ് ആവുന്നു. അവൾക്ക് അവന് നല്ല ഓർമ്മയുണ്ടെങ്കിലും അവന് തീരെ ഓർമ്മയില്ലായിരുന്നു. പക്ഷെ അതൊന്നും കാര്യമാക്കാതെ അവൾ വൺ സൈഡായി അവനെ ശ്രദ്ധിക്കാനും ക്രഷ് അടിക്കാനും തുടങ്ങി. അവൻ എങ്ങനെയാണ് ഇത്ര നന്നായി പഠിക്കുന്നത്, അവന്റെ പഠനത്തിന്റെ ടെക്നിക്കുകൾ എന്താണ്, അവന്റെ ഒപ്പം തന്നെ തനിക്കും അതേ റാങ്ക് ലിസ്റ്റിൽ ഒപ്പത്തിനൊപ്പം ഇടം പിടിക്കണം എന്നെല്ലാം അവൾ കരുതുന്നുണ്ട്. ഇതേ സമയം ലുവോയുടെ അമ്മയ്ക്ക് ഇപ്പോഴും ഷെങ്ങിന്റെ കുടുംബവുമായി പ്രശ്നങ്ങളുണ്ട്. അവൾ അതൊന്നും കാര്യമാക്കാതെ രഹസ്യമായി ഷെങ്ങിനെ സ്കൂളിൽ വെച്ച് ഒബ്സർവ് ചെയ്തുകൊണ്ടേയിരുന്നു. അവൻ റൂഫ് ടോപ്പിൽ ഏറെ നേരം ചെലവഴിക്കാറുണ്ട് എന്നറിയാവുന്ന അവൾ അവിടെ പഠന സംബന്ധമായ ചില ഡൗട്ടുകളും കാര്യങ്ങളും മെസ്സേജുകളും ഒക്കെ തന്നെ എഴുതി വെക്കാറുണ്ടായിരുന്നു, അവളുടെ പേര് വെളിപ്പെടുത്താതെ. അങ്ങനെ റൂഫ് ടോപ്പിൽ എത്തുന്ന സമയം ആ മെസ്സേജുകളൊക്കെ കാണുന്നവൻ അതിന് മറുപടിയും അതിന്റെ ഒപ്പം എഴുതാനായി തുടങ്ങി. അത് കണ്ട് അവൾ ഒരുപാട് സന്തോഷിക്കുന്നു. ആദ്യത്തെ ഒരു വട്ടം അങ്ങനെ ചെയ്യുമ്പോൾ അവൻ ഇത് വായിച്ച് എന്തായിരിക്കും ചിന്തിക്കുക, ഇതിന് മറുപടി എഴുതുമോ എന്നൊക്കെ ഡൗട്ട് അവൾക്ക് ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് അവൻ മറുപടി എഴുതുന്നത് കാണുമ്പോൾ അവൾക്ക് അത് വലിയ ആവേശമായി മാറി. പിന്നെ അവൾ സ്ഥിരം ഒരു പരിപാടിയൊക്കെ എടുക്കുന്നുണ്ട്, ഇതുപോലെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജുകൾ എഴുതുന്നത്. പക്ഷെ അപ്പോഴും ആരാണ് ഈ മെസ്സേജ് എഴുതുന്നത് എന്നതിനെ പറ്റി ഷെങ്ങിന് യാതൊരു പിടുത്തവും ഉണ്ടായിരുന്നില്ല എന്നതാണ് വാസ്തവം. സത്യം പറഞ്ഞ അവനെ പിന്തുടരുന്നവൾ അവൻ ചെയ്യുന്ന ഓരോ കുഞ്ഞു കാര്യം പോലും ഇമിറ്റേറ്റ് ചെയ്യാനായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഈവൻ അവൻ ചോപ്സ്റ്റിക്സ് എങ്ങനെ ഉപയോഗിച്ചാണ് ഫുഡ് കഴിക്കുന്നത് പോലും ശ്രദ്ധിക്കുന്നവൾ അവൾ ഉപയോഗിക്കുന്ന പോലെയല്ല എന്നത് കണ്ട് അതേ കണക്ക് ഇമിറ്റേറ്റ് ചെയ്യുന്നു. ഇതിനിടയിൽ സ്കൂളിലുള്ള ഒരു പെൺകുട്ടിയുമായി ഷെങ്ങിന് റിലേഷൻ ഉണ്ടെന്ന രീതിയിൽ റൂമറുകൾ കേൾക്കുന്നുണ്ടെങ്കിലും ലു അതൊന്നും കാര്യമാക്കിയിരുന്നില്ല. ആ പെൺകുട്ടിയുടെ പേര് യാൻ എന്നാണ്.
അങ്ങനെ ഇരിക്കെയാണ് സ്കൂളിൽ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കേണ്ടി വരുന്നത്. അതിൽ പിയാനോ പ്ലേ ചെയ്യാനായി ഷെങ്ങിനെയാണ് ഏൽപ്പിക്കുന്നത്. മെയിൻ സിംഗറായി യാനും, ഒപ്പം കോറസ് പാടാനായി കുറെ കുട്ടികളുണ്ട്. അവരൊക്കെ പ്ലാന്റ് കണക്ക് ഡ്രസ് ചെയ്താണ് നിൽക്കുന്നത്. ആ കൂട്ടത്തിൽ തന്നെ ലൂ ഉണ്ടായിരുന്നു. അവൾക്ക് മെയിൻ ലീഡായി ഇതിൽ ഷെങ്ങും യാനും ഉള്ളതും അവരെ പറ്റി റൂമർ കേൾക്കുന്നതും ഒക്കെ കൂട്ടി ആലോചിക്കുമ്പോൾ ഭയങ്കര ടെൻഷൻ. അതുകൊണ്ട് തന്നെ അവൾ മെയിൻ ലീഡായി പാടാനായി ഒരു ശ്രമം നടത്തുന്നുണ്ടെങ്കിലും അവളുടെ പാട്ട് ഒരു കാശിന് കൊള്ളൂലെന്ന് എല്ലാവരും അത് കേട്ട് അഭിപ്രായപ്പെടുമ്പോൾ മെയിൻ ലീഡ് മാറി പോയി നിൽക്കുന്നു. അങ്ങനെ ഒരു പ്രോഗ്രാം നല്ല രീതിയിൽ എല്ലാവർക്കും പെർഫോം ചെയ്യാനായി സാധിക്കുന്നുണ്ടെങ്കിലും പ്രോഗ്രാം കഴിഞ്ഞ ഉടനെ ആ കൂട്ടത്തിലുണ്ടായിരുന്ന ലൂന്റെ സുഹൃത്തായ ഒരു പെൺകുട്ടി ഷെങ്ങിനെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് പ്രപ്പോസ് ചെയ്യുന്നു. അത് കേട്ട് അവനൊന്നും മിണ്ടാതെ അവിടെ നിന്ന് പോകുമ്പോ ചില കുട്ടികളൊക്കെ നിനക്ക് എന്തൊരു ധൈര്യ, നാണം കെടാനും വേണം ഒരു ധൈര്യം എന്ന് പറഞ്ഞ് കളിയാക്കുമ്പോ മറ്റു ചിലരെ ഉള്ളിലെ ഫീലിങ്സ് തുറന്നു പറഞ്ഞതിന്റെ പേരിൽ അവളെ പ്രശംസിക്കുന്നു. ഈ ഒരു സംഭവം തന്റെ കൺമുന്നിൽ വെച്ച് നടന്നത് ലൂയെ ഭയങ്കര ഷോക്കിലാക്കി. കാരണം പ്രപ്പോസ് ചെയ്ത ആള് അവളുടെ ഫ്രണ്ടാണ്, മറ്റാള് അവളുടെ ക്രഷാണ്. പക്ഷെ ഈ ഫ്രണ്ടിനെ ആ ക്രഷ് റിജക്ട് ചെയ്തത് കൊണ്ട് തന്നെ തനിക്ക് വേണമെങ്കിൽ തന്റെ ഉള്ളിലെ ഇഷ്ടം ക്രഷിനോട് പറയാം. പക്ഷെ പറഞ്ഞു കഴിഞ്ഞാലും പുള്ളിക്കാരൻ അത് എങ്ങനെ എടുക്കും, റിജക്ട് ചെയ്ത നാണക്കേടല്ലേ എന്ന് ഭയങ്കര ഡൗട്ട് വരുന്ന അവൾ തന്റെ മനസ്സിൽ പക്ഷെ അവനോടുള്ള ഫീലിങ്സ് ഇങ്ങനെ ആരോടും ഒന്നും പറയാൻ സാധിക്കാതെ ഷെയർ ചെയ്യാൻ സാധിക്കാതെ തന്നെ കുറെ വീർപ്പ് മുട്ടിക്കുന്നുണ്ട് എന്ന് മനസ്സിലാവുമ്പോൾ അതൊക്കെ ഒരു ഡയറിയിൽ തുറന്നെഴുതി തന്റെ മനസ്സിന്റെ ഭാരം കുറയ്ക്കാനായി തീരുമാനിക്കുന്നു. അങ്ങനെ ഡയറി എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പുറത്ത് നല്ല മഴ പെയ്യുന്നത് അവൾ ശ്രദ്ധിക്കുന്നത്. വേഗം തന്നെ അവൾ വെപ്രാളത്തിൽ റൂഫ് ടോപ്പിലേക്ക് ഓടിച്ചെല്ലുന്നു. ഭിത്തിയിൽ ഷെങ്ങും ലൂവും കൂടി പല മെസ്സേജുകളും പരസ്പരം എഴുതാറുണ്ടായിരുന്നല്ലോ. അതൊക്കെ ഇപ്പോൾ മഴയത്ത് മാഞ്ഞു പോയിരിക്കുന്നത് കണ്ട് അവൾക്ക് വലിയ സങ്കടം വരുന്നു. അവൾ അങ്ങനെ അവിടെ നിൽക്കുന്ന ടീം അങ്ങോട്ടേക്ക് ഷെങ് വരുന്നുണ്ടെന്ന് മനസ്സിലാക്കി അവൾ മറഞ്ഞു നിൽക്കുമ്പോഴാണ് തന്നെ പോലെ തന്നെ അവിടെ എഴുതിയിരുന്ന കാര്യങ്ങളൊക്കെ മഴയത്ത് മാഞ്ഞു പോയത് കണ്ട് സങ്കടപ്പെട്ട് നിൽക്കുന്ന ഷെങ്ങിനെ അവൾ കാണുന്നത്. അവൾ ഒരു വശത്ത് അവൻ കാണാതെ മറഞ്ഞു നിൽക്കുന്ന കണക്ക്, മറുവശത്ത് അവനും എന്തോ അത് മാഞ്ഞതിന്റെ സങ്കടത്തിൽ നിൽപ്പുണ്ടായിരുന്നു. ആരാണെന്ന് അറിയില്ലെങ്കിലും തനിക്ക് വേണ്ടി ഈ അജ്ഞാത മെസ്സേജുകൾ ഇവിടെ എഴുതുന്ന ആ ഒരാളെ അവൻ സ്നേഹിച്ചു തുടങ്ങിയിട്ടുണ്ടാവാം. അതിന്റെ ഇടയിൽ പിയാനോ വായിച്ചുകൊണ്ടിരിക്കുന്ന ഷെങ്ങിന്റെ അടുത്ത് യാൻ വന്നിരിക്കുന്നതും അവരൊന്നിച്ച് പിയാനോ വായിക്കുന്നതും ഒക്കെ കണ്ട് അവരെ ഒന്നിച്ചുള്ള റൂമറും കൂടി കേട്ടാകെ മനസ്സുമടുത്ത് ഒരുപക്ഷെ താൻ ആരാണ്, എന്താണ്, താനാണ് ആ മെസ്സേജുകൾ എഴുതിയിരുന്നത്, താൻ അവനെ ഒരുപാട് ഇഷ്ടപ്പെടുന്നു എന്നതൊക്കെ തന്നെ അവന്റെ മുന്നിൽ ചെന്ന് സമ്മതിക്കാനായി വളരെ ധൈര്യക്കുറവ് ലൂയയ്ക്ക് ഉണ്ടായിരുന്നത് കൊണ്ടും കൂടി അവൾ ഒരിക്കലും ഷെങ്ങിനെ തനിക്ക് കിട്ടില്ല എന്നുള്ള വിശ്വാസത്തിൽ അതെല്ലാം മറന്ന് പഠനത്തിൽ ശ്രദ്ധിക്കാനായി തീരുമാനിക്കുന്നു. അങ്ങനെ അവൾ അതിൽ മാത്രം ഫോക്കസ് ചെയ്ത് പിന്നീടുള്ള ദിവസങ്ങൾ ചെലവഴിച്ചതിന്റെ ഫലം അവൾക്ക് ലഭിക്കുന്നുണ്ട്. നടത്തിയ എക്സാമിന്റെ റിസൾട്ട് വരുമ്പോൾ അവളായിരുന്നു 1ാം റാങ്ക് കരസ്ഥമാക്കിയത്. പക്ഷെ ഷെങ് അപ്പോഴേക്കും വളരെ ഡൗൺ ആയി പോയിട്ടുണ്ടായിരുന്നു. 10ാം റാങ്കിന് താഴെയാണ് അവനിപ്പോ വളരെ താഴേക്ക് വന്നിരിക്കുന്നത്. 1ാം റാങ്കുകാര് അസംബ്ലിയിൽ സ്പീച്ച് നടത്തുന്ന ഒരു ഏർപ്പാട് സ്കൂളിൽ ഉണ്ടായിരുന്നതുകൊണ്ട് ലൂയയ്ക്ക് അടുത്ത അസംബ്ലിയിൽ കുട്ടികളെ സംബോധന ചെയ്യാനായി സാധിക്കുന്നു. ആ ഒരു ടൈം നമ്മുടെ ഡ്രീംസ് അത് എത്ര വലുതാണെങ്കിലും അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്താൽ തീർച്ചയായും അത് നമ്മളെ തേടി വരുമെന്നാണ് അവൾ എല്ലാവർക്കും പാസ് ചെയ്ത മെസ്സേജ്. അങ്ങനെ പിന്നീട് സ്കൂൾ പഠനമെല്ലാം കഴിഞ്ഞ് നല്ല രീതിയിൽ പഠിച്ചതുകൊണ്ട് തന്നെ ഒരു നല്ല യൂണിവേഴ്സിറ്റിയിലേക്ക് അഡ്മിഷൻ വാങ്ങാനായി ലൂയയ്ക്ക് സാധിക്കുന്നു. അങ്ങനെ അവിടെ എത്തിക്കഴിഞ്ഞാണ് അവൾ വളരെ സർപ്രൈസിംഗ് ആയ ഒരു കാര്യം അറിയുന്നത്. അവളുള്ള ഇതേ കോളേജിൽ തന്നെയാണ് ഇപ്പോ ഷെങ് പഠിക്കുന്നത്. അവൾ ഒട്ടും തന്നെ പ്രതീക്ഷിച്ചിരുന്ന ഒരു കാര്യമായിരുന്നില്ല അത്. വർഷങ്ങൾക്ക് ശേഷം ഇപ്പോ കോളേജിൽ വെച്ച് വീണ്ടും അവനെ ഇങ്ങനെ കണ്ടുമുട്ടാനായി സാധിക്കുമെന്ന്. അതുകൊണ്ട് തന്നെ അവൾ ആകെ ഷോക്ക് ആവുന്നുണ്ട്. അവന്റെ മുന്നിൽ പോവാനോ നമ്മൾ ഒന്നിച്ച് പഠിച്ചവരാ, ഓർമ്മയുണ്ടോ, എന്നെ എന്തെങ്കിലും പരിചയമുണ്ടോ എന്നൊക്കെ ചോദിക്കാനും അവൾ ധൈര്യപ്പെട്ടിരുന്നില്ല. അവിടെ ആകട്ടെ ഷെങ്ങും അവന്റെ ഫ്രണ്ട്സും കൂടി ഒരു ഷോർട്ട് ഫിലിമിന്റെ ഷൂട്ടിംഗ് തിരക്കുകളിലായിരുന്നു. അത് നടക്കുന്നത് അറിയാതെ അങ്ങോട്ടേക്ക് സൈക്കിൾ ഓടിച്ചു വന്നിരുന്ന ലുവോ ഷെങ്ങിന്റെ സുഹൃത്ത് മിന്നിന്റെ കണ്ണിൽ പെടുന്നു. പെട്ടെന്ന് ഷെങ്ങിനെ അവിടെ കണ്ടപ്പോ അവളുടെ മുഖത്ത് വന്ന ഭാവവ്യത്യാസങ്ങളെ ശ്രദ്ധിച്ചിരുന്ന മിൻ അത് ഷെങ്ങിനെ കണ്ടതിന്റേതാണ് എന്ന് മനസ്സിലാക്കാതെ ഇവൾ വളരെ നാച്ചുറൽ ആയ ഒരു നടിയാണ്, ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചാക്കി എടുക്കും എന്ന് തോന്നിയത് കൊണ്ട് ഷോർട്ട് ഫിലിമിന്റെ ഓഫർ നൽകുന്നുണ്ടെങ്കിലും അത് റിജക്ട് ചെയ്ത് ലുവോ അവിടെ നിന്ന് പോകുന്നു. സ്കൂളിൽ വെച്ച് ഷെങ്ങിന്റെ കാര്യങ്ങൾ കുറിക്കാനായി ഡയറി എഴുതി തുടങ്ങിയ ശീലം ഇപ്പോഴും ലൂയോയ്ക്കുണ്ട്. അവൾ വളരെ അപ്രതീക്ഷിതമായി ഷെങ്ങിനെ കണ്ടപ്പോൾ തോന്നിയ ഇമോഷൻസ് വളരെ രസകരമായി ആ ഒരു ഡയറിയിൽ കൺവേ ചെയ്യുന്നുണ്ട്. അവന് മൈൻഡാക്കാതെ അവൾ നടക്കുന്നുണ്ടെങ്കിലും ഷെങ്ങിന്റെ സുഹൃത്ത് മിൻ ഷോർട്ട് ഫിലിമിൽ എങ്ങനെയെങ്കിലും ലുവോയെ അഭിനയിക്കണം, അവൾ നല്ല ഒരു ക്യാമറ ഫേസും ഒക്കെ ഉള്ള ഒരു പെൺകുട്ടിയാണ്, നല്ല എക്സ്പ്രഷൻ ആണ് എന്നൊക്കെ തോന്നി അവളുടെ പിറകെ നടന്ന് അങ്ങനെ അവൾക്ക് ഷെങ്ങിന്റെ മുന്നിൽ വന്ന് പെടേണ്ടി വരുന്നു. ആദ്യം അവനെ തിരിച്ചറിയാത്ത മട്ടിൽ അവൾ സംസാരിക്കുന്നുണ്ടെങ്കിലും നമ്മൾ ഹൈസ്കൂളിൽ ഒന്നിച്ച് പഠിച്ചവരാണെന്ന് പറഞ്ഞ് അവൻ ഓർമ്മപ്പെടുത്തി എടുക്കാനായി നോക്കുമ്പോ യാനിന്റെ ബോയ് ഫ്രണ്ട് അല്ലായിരുന്നു നിങ്ങളെന്ന് ലുവോ ചോദിക്കുമ്പോ ഞങ്ങൾ തമ്മിൽ അങ്ങനൊന്നും ഇപ്പോ റിലേഷൻ ഇല്ല എന്ന് അവൻ ക്ലാരിഫൈ ചെയ്യുമ്പോ ബ്രേക്കപ്പ് ആയോ, അപ്പൊ വെറുതെ ആയിരുന്നില്ലല്ലേ, മുന്നേ ഇവര് തമ്മിൽ റിലേഷനിലാണെന്നൊക്കെ റൂമർ വന്നത്, എന്തായാലും ബ്രേക്കപ്പ് ആയത് നന്നായി, അപ്പൊ എനിക്കൊരു സ്കോപ്പ് കാണുമല്ലോ എന്നെല്ലാം അവൾക്ക് വളരെ സന്തോഷമാവുന്നു. അങ്ങനെ ക്ലാസ് മുന്നോട്ട് പോകുന്നു. ഇവരിവിടെ നിയമമാണ് പഠിക്കുന്നത്. ഒരു അഡ്വക്കേറ്റ് ആവുക എന്നതാണ് ലുവോയുടെ ആഗ്രഹം. ഒരു ദിവസം ക്ലാസിന്റെ ഇടയിൽ അവൾക്ക് ഒരു മോക്ക് ട്രയൽ നടത്തേണ്ടി വരുന്നു. അവളുടെ ഒപ്പോണന്റായി അവിടെ അവൾക്ക് ലഭിക്കുന്നത് ഷെങ്ങിനെയാണ്. ആ ഒരു കേസ് അവൾ മനോഹരമായി വാദിക്കുന്നു. കാരണം അത് അവളുടെ അച്ഛന്റെ മരണവുമായി ബന്ധപ്പെട്ടും ഇൻഷുറൻസ് തുകയുടെ
അച്ഛന്റെ കേസുമായി ഒക്കെ ബന്ധപ്പെട്ടുമുള്ള സിമിലർ സിറ്റുവേഷൻ ആയിരുന്നു. അവൾ എത്ര പ്രാവീണ്യത്തോടെയാണ് ആ ഒരു കാര്യങ്ങൾ കൈകാര്യം ചെയ്തത് എന്നത് അവനെ വളരെയേറെ അമ്പരപ്പിക്കുകയും അവൻ അവളെ ഒരുപാട് പ്രശംസിക്കുകയും ചെയ്യുന്നു. പകലൊക്കെ ഇങ്ങനെ ക്ലാസ്സിന് പോയി വളരെ എൻഗേജ്ഡ് ആയി നടക്കുന്ന ലുവോ രാത്രി പാർട്ട് ടൈം ജോലിക്ക് പോകുന്നുണ്ട്. അതറിഞ്ഞുകൊണ്ട് തന്നെ ഷെങ് അങ്ങോട്ടേക്ക് എത്തി. അവൾക്ക് ബോണസ് കിട്ടിയാലോ എന്ന് കരുതി ഒരു 4-5 പ്ലേറ്റ് ഫുഡൊക്കെ വാങ്ങിച്ച് കഴിക്കുന്നുണ്ട്. അത് കാണുമ്പോൾ അവളും ചിരിക്കുന്നു. അന്ന് ജോലി കഴിഞ്ഞ് ലുവോ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന ടീം ഷെങ്ങും അവളുടെ കൂടെ പോകുന്നു. ഇവിടെ നല്ല ഹാർഡ് വർക്കിംഗ് ആണല്ലേ, പക്ഷെ അതിന് മാത്രമുള്ള സാലറി ലഭിക്കുന്നുണ്ടോ? ഈ ജോലി ക്വിറ്റ് ചെയ്തിട്ട് വേറെ എന്തെങ്കിലും നോക്കിക്കൂടെ എന്നെല്ലാം അവൻ അവളോട് ചോദിക്കുമ്പോൾ തനിക്ക് ഈ ജോലി തന്നെ ധാരാളം, ഇത് തന്റെ ഡേ ടു ഡേ എക്സ്പെൻസിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ അത്യാവശ്യം നടന്നു പോകുന്നുണ്ട്. പിന്നെ ഇതിപ്പോ കളഞ്ഞാല് വേറൊരു ജോലിക്ക് ട്രൈ ചെയ്യുന്ന ടീം കിട്ടിയില്ലെങ്കിൽ പിന്നെ അതുമില്ല ഇതുമില്ല എന്ന അവസ്ഥയാവില്ലേ, അതുകൊണ്ട് ഇപ്പൊ ഇവിടെ തന്നെ മതിയെന്ന് അവൾ പറയുന്ന ടീമാണ്. നല്ല മഴ പെയ്യുന്നുണ്ട്. അങ്ങനെ മഴ തുറന്നായി അവിടെ സൈഡ് ഒതുങ്ങി ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നതിന്റെ ഇടയിൽ ഹൈസ്കൂളിൽ വെച്ച് തനിക്ക് അജ്ഞാത സന്ദേശങ്ങൾ ലഭിക്കാറുണ്ടായിരുന്ന കാര്യത്തെപ്പറ്റി ഷെങ് സംസാരിക്കുമ്പോൾ അതൊക്കെ ചുമ്മാ കേട്ടിരിക്കുക മാത്രമേ ലൂ ചെയ്യുന്നുള്ളൂ. ഞാനാണ് ആ മെസ്സേജുകളൊക്കെ എഴുതിയതെന്നാ ഞാൻ ആദ്യം കരുതിയത്, പക്ഷെ അവളല്ലാതെന്ന് പിന്നെ മനസ്സിലായെന്നും അവൻ പറയുമ്പോൾ ഞാനാണ് അത് എഴുതിയതെന്ന് തുറന്നു പറയാനേ കഴിയാതെ അവൾ അതൊക്കെ കേട്ടിരിക്കുന്നു. ആദ്യമൊക്കെ തന്നെ പറ്റിയുള്ള ആ ഒരു രഹസ്യം അവൻ അറിയാതെ മറച്ചു പിടിക്കാനേ അവൾക്ക് കഴിയുന്നുണ്ടെങ്കിലും പിന്നീട് അങ്ങോട്ട് ഇവർ നല്ല രീതിയിൽ അടുക്കുന്നുണ്ട്. ഫ്രീ ടൈം കിട്ടുമ്പോഴെല്ലാം കണ്ട് സംസാരിക്കലും ആ ഒരു ഷോർട്ട് ഫിലിമിന്റെ ഷൂട്ടിങ്ങിന്റെ തിരക്കും അതിനുള്ള യാത്രയും അങ്ങനെ ഒരുപാട് കാര്യങ്ങളാകുമ്പോൾ തനിക്ക് അജ്ഞാത സന്ദേശങ്ങൾ എഴുതിയിരുന്നത് ലൂ ആണെന്ന് മനസ്സിലാക്കുന്ന അവൻ അവളുടെ കൈ കോർത്തു പിടിക്കുന്നു. താൻ ഇത്രയും നാള് തപ്പി നടന്ന ആളെ അവസാനം കണ്ടെത്തിയല്ലോ എന്ന് പറഞ്ഞു. അവൾക്ക് അതിൽ കൂടുതൽ ഒരു സന്തോഷം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇപ്പൊ പരസ്പരം പ്രണയം തുറന്ന് പറഞ്ഞ് പ്രണയിക്കാനായി ആരംഭിച്ച ശേഷം അവർ തമ്മിലുള്ള ബോണ്ടിങ് ഒന്നുകൂടെ കൂടാണ്. പാർട്ട് ടൈം ജോലിക്ക് പോകുന്നിടത്തും ഷെങ് എപ്പോഴും ലൂയെ കാണാൻ വരുമായിരുന്നു. കോളേജിലുള്ളപ്പോ പിന്നെ പറയണ്ടല്ലോ, എപ്പോഴും അവർ ഒന്നിച്ചാണ്. അങ്ങനെ ഇവരുടെ റിലേഷൻ നല്ല രീതിയിൽ പോകുന്ന സമയത്താണ് ഏതാണ്ട് 10 വർഷങ്ങളിൽ കൂടുതലായി തന്റെ അച്ഛൻ മരിച്ചിട്ട് ആ സമയം തൊട്ടേ അച്ഛന് കിട്ടാനുള്ള ഇൻഷുറൻസ് തുക ഷെങ്ങിന്റെ കുടുംബം നടത്തുന്ന ബിസിനസ്സിൽ നിന്ന് കിട്ടിയിട്ടില്ല എന്നും അതിനെതിരെ കേസ് കൊടുക്കണമെന്നും ഒക്കെ പറഞ്ഞ് അമ്മ അതിന്റെ പിറകെ തന്നെയായിരുന്നു. ഇപ്പൊ അതിനുള്ള സർവ്വ തെളിവുകളും കിട്ടിയെന്നും തങ്ങളുടെ കുടുംബത്തിന് എത്രയും പെട്ടെന്ന് നീതി കിട്ടുമെന്നും അമ്മ പറയുമ്പോൾ അത് ഒരു മകൾ എന്ന രീതിയിൽ തന്റെ അച്ഛന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കും, തന്റെ അമ്മയുടെ കഷ്ടപ്പാട് വെറുതെ ആവില്ല എന്നൊക്കെ ആലോചിക്കുമ്പോൾ ലൂയെ സന്തോഷപ്പെടുത്തുന്നുണ്ടെങ്കിലും ഈ ഒരു കേസ് കൊടുപ്പ്, അതും തന്റെ ബോയ് ഫ്രണ്ട് ആയ ഷെങ്ങിന്റെ ഫാമിലിക്കെതിരെയുള്ള തന്റെ അമ്മയുടെ ഈ ഒരു കേസ് കൊടുപ്പ് എങ്ങനെ തന്റെയും ഷെങ്ങിന്റെയും റിലേഷനെ ബാധിക്കും എന്ന ടെൻഷനും അവൾക്കുണ്ട്. ഇവരാകട്ടെ ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയം പരസ്പരം ഒരു താല്പര്യം തോന്നിയിരുന്നല്ലോ. ഷെങ്ങിന് ആളറിയാതെയാണ് താല്പര്യം തോന്നിയത് എന്ന് പറയുന്നത് എന്ത് തന്നെയാണെങ്കിലും ആ ഒരു സമയത്ത് ഒന്നിച്ചവർക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ സാധിക്കാഞ്ഞതിന്റെ സങ്കടം മാറ്റാനായി പഴയ സ്കൂൾ യൂണിഫോം ഒക്കെ പൊടി തട്ടിയെടുത്ത് കുറെ ടീം സ്കൂളിൽ സമയം ചെലവഴിക്കുന്നുണ്ട്. അവരിപ്പോ പഠിക്കുന്ന യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നാട്ടിലേക്ക് തിരിച്ചു പോയാണ് അവർ സ്കൂളിൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത്. അതിനുശേഷം മടങ്ങി വരാനായി ഒരുങ്ങുന്ന സമയത്ത് എനിക്ക് വരാൻ കഴിയില്ല, അത്യാവശ്യം ചില കാര്യങ്ങളുണ്ട്, നീ പൊക്കോ, ഞാൻ പിന്നെ വന്നോളാം എന്ന് പറഞ്ഞ് ഷെങ് ലൂയെ യാത്രയാക്കുന്നു. പക്ഷെ പിന്നീട് അങ്ങോട്ട് ഏതാണ്ട് ഒരാഴ്ചയോളം അവനെ പറ്റി ഒരു വിവരവും അവൾക്കുണ്ടായിരുന്നില്ല. അവൾക്ക് വളരെ ടെൻഷൻ ആവുന്നു. ആ സമയത്താണ് അമ്മ അവളെ കാണാനായി വരുന്നത്. കൊടുത്തിരുന്ന കേസിൽ നമ്മൾ വിജയിച്ചെന്നും അതിന്റെ പേരിൽ ഇത്രയും വർഷമായി ഇൻഷുറൻസ് തുക തരാതെ തട്ടിപ്പ് നടത്തിയ ഷെങ്ങിന്റെ അച്ഛനെ പോലീസ് കസ്റ്റഡിയിലാക്കി എന്നതും ലൂ അറിയുന്നത്. അവൾക്ക് ആകെ ടെൻഷൻ. ഈ വാർത്ത അറിഞ്ഞ ഷെങ്ങിന്റെ അമ്മയ്ക്ക് വയ്യാതെ ആയി എന്ന് കേൾക്കുമ്പോൾ വീണ്ടും ടെൻഷൻ കൂടുന്നു. അങ്ങനെ വേഗം തന്നെ അമ്മയെ കാണാനായി ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നു. അവിടെ ഷെങ്ങുണ്ട്. അവനോട് കണ്ടൊന്ന് സംസാരിക്കണം എന്ന ആഗ്രഹത്തിലാണ് അവൾ പോകുന്നത്. പക്ഷെ അവിടെ ഷെങ് ഒറ്റയ്ക്കായിരുന്നില്ല അമ്മയുടെ കാര്യങ്ങൾ നോക്കാനുണ്ടായിരുന്നത്, യാനും ഉണ്ടായിരുന്നു. അത് തന്നെ അവളെ വളരെ സങ്കടപ്പെടുത്തുന്നു. അവിടെ നിന്ന് സൈലന്റായി അവൾ തിരിച്ചു പോകാനായി ഒരുങ്ങുമ്പോഴേക്കും ഞാൻ അവളെ കാണുകയും അവൾക്ക് ഷെങ്ങിനോടുള്ള ഇഷ്ടത്തെ പറ്റി തനിക്ക് അറിയാമെന്ന് പറയുകയും ആ ഇഷ്ടം നടക്കാൻ പോകുന്നില്ല, അവൻ എന്റെ കൂടെ അബ്രോഡിലേക്ക് വരാണ്, അതുകൊണ്ട് നിന്റെ ഉള്ളിൽ വല്ല ഇഷ്ടങ്ങളുണ്ടെങ്കിൽ അതൊക്കെ മാറ്റിവെക്കുന്നതായിരിക്കും നിനക്ക് നല്ലതെന്ന് താക്കീത് കൊടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ ആ സംഭവത്തിന് ശേഷം അവൾ പിന്നീട് ഷെങ്ങിനെ കണ്ടിട്ടേയില്ല. അവനും അബ്രോഡിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴേ വർഷങ്ങൾക്കിപ്പുറം ഒരു സക്സസ്ഫുൾ ലോയറായി മാറിയിരിക്കുന്ന സമയത്താണ് ലുവോ വളരെ യാദൃശികമായി തന്റെ ഡയറി കാണുന്നതും അത് ആരുടെ കയ്യിലായിരുന്നു എന്ന്, അത് ആരാണ് ഈ ഒരു ഗാലറിയിൽ ഇപ്പോ എക്സിബിഷനെ ഏൽപ്പിച്ചത് എന്ന് അന്വേഷിക്കുന്ന സമയത്തുമാണ് അത് ഷെങ്ങിന്റെ കയ്യിൽ ഉണ്ടായിരുന്നു എന്നത് അവൾ അറിയുന്നത്. ഹൈസ്കൂൾ കഴിഞ്ഞ ആ ഒരു സമയത്താണ് ഷെങ്ങി ഒരു ഡയറി കയ്യിൽ കിട്ടി വായിച്ചതെന്നും അത് കിട്ടുമ്പോൾ തന്നെ തനിക്ക് അജ്ഞാത മെസ്സേജുകൾ എഴുതിയിരുന്നത് ലൂ ആണെന്ന് അവൻ മനസ്സിലാക്കിയിരുന്നെന്നും അതുകൊണ്ട് തന്നെ മനഃപൂർവ്വം അവൾ പോകുന്ന അതേ യൂണിവേഴ്സിറ്റിയിലേക്ക് അവൻ അഡ്മിഷൻ നേടി വന്നതാണെന്നും പക്ഷെ തങ്ങളുടെ കുടുംബങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന പ്രശ്നമൊക്കെ കാരണം അവളെ അപ്രോച്ച് ചെയ്യാൻ അവൻ മടിച്ചിരുന്നു, പേടിച്ചിരുന്നു എന്നും മനസ്സിലാവുന്നു. പിന്നെ അബ്രോഡിലേക്ക് അവൻ ആ ഒരു സാഹചര്യം മൂലം പോകേണ്ടി വന്നതാണ്. കാരണം നാട്ടില് കേസ് നടത്തി തോറ്റതുകൊണ്ട് തന്നെ ഒരുപാട് സാമ്പത്തിക നഷ്ടം കുടുംബത്തിന് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഫൈനൊക്കെ അടയ്ക്കേണ്ട വലിയൊരു അവസ്ഥയായിരുന്നു. തുടർന്ന് തനിക്ക് ഇൻഡിപെൻഡന്റ് ആയി മുന്നോട്ട് പോകാനും ജോലി കണ്ടെത്താനും പഠിക്കാനും അങ്ങനെ പല കാര്യങ്ങൾക്കുമായി അബ്രോഡിലേക്ക് അവൻ പറന്നുപോയി. ഈ കാര്യങ്ങൾ ഇപ്പോ ലുവോ മനസ്സിലാക്കുന്നത് തിരിച്ചു കിട്ടിയ അവളുടെ ആ ഒരു ഡയറിയിൽ അവൾ എഴുതിയതിന്റെ മെച്ചമായി തന്റെ ലൈഫിൽ നടന്ന കാര്യങ്ങളും കൂടി ഷെങ് എഴുതിയത് വായിക്കുമ്പോഴാണ്. അവൾ സക്സസ്ഫുൾ ആയി ലൈഫിൽ മാറിയതൊക്കെ തന്നെ അവൻ അറിയുന്നുണ്ടായിരുന്നു. പക്ഷെ അവൻ ഒന്നും തന്നെ അല്ലാതെ മാറിയോ എന്നൊരു ചിന്ത കാരണം അവളുടെ മുന്നിൽ പോകാനുള്ള ധൈര്യം അവനുണ്ടായിരുന്നില്ല. തങ്ങളുടെ ഈ ഒരു ലവ് സ്റ്റോറി അനശ്വരമാണെന്നും അത് എന്നും നിലനിൽക്കണമെന്നും
ഉള്ള കാര്യങ്ങൾ കൊണ്ടാണ് ഈ ഒരു കഥ ആ ഒരു ഡയറക്ടർക്ക് അവൻ അയച്ചു കൊടുത്തത്. അദ്ദേഹത്തിലൂടെ ഒരുപാട് പേരുടെ മനസ്സിലേക്ക് ഇടം പിടിക്കുന്ന ഒരു കഥയായി ഇത് മാറണമെന്ന ആ ഒരു രീതിയിൽ എന്തായാലും അങ്ങനെ അന്ന് അയച്ചു കൊടുത്തത് കാര്യമായി. അതുകൊണ്ട് തന്നെ അവൾക്ക് അവളുടെ ഡയറി തിരിച്ചു കിട്ടി എന്നത് മാത്രമല്ല, ആ ഒരു ഡയറിയിൽ അവൾ എഴുതിയതിന് മിച്ചമായി അവന്റെ ലൈഫിൽ അവൾക്ക് വേണ്ടി പല കാര്യങ്ങളും എഴുതിയത് ഇപ്പോൾ അവൾക്ക് വായിക്കാനും, അവൻ തന്നെ ഉപേക്ഷിച്ച് ഇഷ്ടമില്ലാതെ കേസിൽ തോറ്റ ദേഷ്യത്തിൽ പോയതല്ല, മറിച്ച് അവന്റെ സിറ്റുവേഷൻ അങ്ങനെയായിരുന്നു, അതുകൊണ്ട് മാത്രം അവന് പോവേണ്ടി വന്നതാണെന്ന് മനസ്സിലായത്. കൂടാതെ ഡയറി മൂലമാണ് ഇപ്പോൾ അവൻ എവിടെയാണുള്ളതെന്ന് ആ ഒരു ഗാലറിയുടെ സഹായത്തോടെ അവൾക്ക് മനസ്സിലാക്കി. അങ്ങനെ വീണ്ടും അവനെ കണ്ട് ഒന്നു ചേരാനായി സാധിക്കുന്നത്. അങ്ങനെ ഇവിടെ ഇവർ വർഷങ്ങൾക്കിപ്പുറം വീണ്ടും കണ്ടുമുട്ടുന്നതും മനസ്സിലുള്ള സർവ്വ ഇൻസെക്യൂരിറ്റീസും സങ്കടങ്ങളും ഒക്കെ മറന്ന് ലൈഫിൽ ഒന്നിച്ച് മുന്നോട്ട് പോകാനായി തീരുമാനമെടുത്തതും കാണിച്ചുകൊണ്ട് ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുന്നു. ഒരാൾ ഒന്നും അല്ലാത്തിരുന്ന അവസ്ഥയിൽ നിന്ന് ലൈഫിൽ നല്ലൊരു പൊസിഷനിൽ എത്തി നിൽക്കുന്നു, മറ്റൊരാൾ നല്ലൊരു പൊസിഷനിൽ നിന്ന് ഒന്നുമല്ലാത്ത അവസ്ഥയിൽ എത്തി നിൽക്കുന്നു. ഇവരെ തമ്മിൽ കണക്ട് ചെയ്ത ആ ഒരു വേർതിരിവിലും ഒന്നിക്കാനായി പ്രേരിപ്പിക്കുന്ന ഒരേ ഒരു ഫാക്ടർ അവർക്കിടയിൽ ഉണ്ടായിരുന്ന മനോഹരമായ സത്യസന്ധമായ പ്രണയമാണ്. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. വീണ്ടും കാണും വരെ ബൈ.